അത് നമ്മൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോസിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ നോക്കിയാൽ മതി. പല രൂപത്തിലുള്ള കുറ്റം പറയലുകളും കുത്തുവാക്കുകളും ചിലർ തോന്നിയാസം തന്നെ വിളിക്കും. ഇത് കേൾക്കുന്ന ഒരാൾ ഇത് നിർത്തി പോകണം എന്നാണ് അവരുടെ ഉദ്ദേശം. അള്ളാഹുവിനെ പരിചയപ്പെടുത്തരുത്, ദീന് പറയരുത്. എന്നാൽ ഇത്തരം വീഡിയോസ് ഇടുന്ന ആളുകളുടെ ലക്ഷ്യം അത് ദുനിയാവല്ല, മറിച്ച് നാളെ പടച്ചവന്റെ കോടതിയിൽ എന്തെങ്കിലുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇത്തരം വാക്കുകൾ അവർ കമന്റ് ബോക്സിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ ഇത്തരം കുത്തുവാക്കുകൾ ഇങ്ങനെ അവർക്കിങ്ങനെ ഏൽക്കേണ്ടി വരുമ്പം ചിലപ്പോൾ അവർക്ക് തോന്നും, ഞാനിതിങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാനിത് ഏൽക്കുന്നത്, അല്ല ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ എന്നിങ്ങനെ തോന്നി അവർ നിർത്താനുള്ള ഒരവസ്ഥയിലേക്ക് വരെ പോകും. അങ്ങനെയുള്ള ആളുകളോട് വിശുദ്ധ ഖുർആൻ പറയുന്നൊരു വചനമുണ്ട്. അതെന്താ അറിയും? അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രത്തോളം കുത്തുവാക്കുകളും കുറ്റപ്പറയലുകളും കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ടിരുന്ന സമയത്ത് അതിനൊന്നും അടുത്ത് പോലും നമ്മൾ കേൾക്കുന്നുണ്ടാവില്ല. അള്ളാഹു പ്രവാചകനോട് പറഞ്ഞ വാക്കുകളാണ്. എന്താ അള്ളാഹു പറഞ്ഞത്? ഫസ്ബിർ അലാ മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇശ് ശംസി വഖബ്ലൽ ഗുറൂബ്. അള്ളാഹു പറയാണ്, ഫസ്ബിർ, നീ ക്ഷമിക്ക്, അലാ മാ യഖൂലൂൻ, അവരെന്തോ പറഞ്ഞോട്ടെ അതിൽ നീ ക്ഷമിക്ക്. എങ്ങനെ ക്ഷമിക്കണം എന്ന് കൂടെ പറഞ്ഞുതരാം. ഏതൊരു രംഗത്തും നമുക്ക് ക്ഷമ നഷ്ടപ്പെടുമ്പം ഈ രൂപത്തിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. എങ്ങനെയാണ്? വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇശ് ശംസി വഖബ്ലൽ ഗുറൂബ്. ഈ പറയുന്ന സമയങ്ങളിൽ അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് നീ ക്ഷമിക്കുന്നതാണ്. അള്ളാഹു പറയാണ്, വമിനൽ ലൈലി ഫസബ്ബിഹ്ഹു വഅദ്ബാറസ് സുജൂദ്. രാത്രി കാലങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ക്ഷമിക്കുക. അള്ളാഹു വിശ്വാസികൾക്ക്, പ്രബോധന രംഗത്തിറങ്ങുന്ന ആളുകൾക്ക് ശക്തി നൽകുന്ന വാക്കുകളൂടെ പറയേണ്ട ഈ സൂറത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയാണ്, നഹ്നു അഅലമു ബിമാ യഖൂലൂൻ വമാ അൻത അലൈഹിം ബിജബ്ബാർ ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. അവരെന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വനഹ്നു അഅലമു, അത് എനിക്കറിയാം, അതുകൊണ്ട് താങ്കൾ ദുഃഖിക്കേണ്ടതില്ല എന്ന രൂപത്തിൽ പറയുന്ന ആളുകൾക്ക് താക്കീതായിക്കൊണ്ടും പ്രവാചകന് സമാധാനമേൽക്കുന്ന വാക്കുകളായിക്കൊണ്ടും. വമാ അൻത അലൈഹിം ബിജബ്ബാർ, ഒരാളുടെ മേലും താങ്കൾക്ക് അധികാരമില്ല. ഒരാളെയും വിശ്വസിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഇഷ്ടമുണ്ട് വിശ്വസിക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അതാണ് ഇസ്ലാമിൻ്റെ മനോഹാരിത. ഒരാളെയും നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. വമാ അൻത അലൈഹിം ബിജബ്ബാർ ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾ അവർക്ക് ഖുർആൻ കൊണ്ട്